ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു ലോകമുണ്ട്. നമ്മൾ അറിയാതെ ഓരോ നിമിഷവും അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലോകം സ്ത്രീക്കായാലും ഉണ്ട്, പുരുഷനായാലും ഉണ്ട്. അതനുസരിച്ചിരിക്കും നമ്മുടെ സന്തോഷവും സുഖവും ദുഃഖവും പ്രതീക്ഷയും എല്ലാം തന്നെ. എന്ന് വെച്ചാൽ ഓരോ പ്രായത്തിലും നമുക്ക് പരിശീലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ലൈംഗികതയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ഈ പ്രായത്തിൽ അവരുടെ ശരീരം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. എന്നാൽ സാഹചര്യവശാൽ പലരും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, തീരെ ഇല്ലെന്ന് തന്നെ പറയാം. എന്നാൽ ചിലരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹം തോന്നുന്നതും ആസ്വദിക്കുന്നതും ഈ സമയത്താണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഡയറക്റ്റ് ഇത് മാത്രം മതി. ചില സ്ത്രീകളെ സംബന്ധിച്ച് മെനപ്പോസിന് ശേഷം കൂടുതൽ താല്പര്യം തോന്നുന്നതായിട്ടും കൂടുതൽ ചെയ്യുന്നതായിട്ടും പറയാറുണ്ട്. ഇപ്പോൾ പങ്കാളിയായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെടുന്നവരാണെങ്കിലും സ്വയം ഇതൊന്ന് പരിശീലിക്കണമെന്ന് പറയുന്നതിനകത്ത് പല കാരണമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു കാര്യം പങ്കുവെക്കുമ്പം എപ്പോഴും നമുക്ക് പൂർണ്ണ സംതൃപ്തി കിട്ടണമെന്നൊരു നിർബന്ധവും ഇല്ല. പങ്കാളിക്ക് പഴയതുപോലെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നു, അല്ലെങ്കിൽ സ്ഥലത്തില്ലാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് മുടങ്ങിപ്പോകും. ഈ ഒരു സമയത്താണ് സ്ത്രീകളെ സംബന്ധിച്ച് സ്വയം ചെയ്ത് പരിശീലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. യഥാർത്ഥത്തിൽ അവരുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ ഒരു സമയം. ആരോഗ്യവും സൗന്ദര്യബോധമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ ഒരു ഊർജം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചില സ്ത്രീകൾക്ക് എത്ര പങ്കാളിയായിട്ട് ചെയ്താലും അവർക്ക് പരിപൂർണമായ ഒരു സംതൃപ്തി കിട്ടുന്നത് സ്വയം ചെയ്യുമ്പോഴാണ്. അതിൻ്റെ പിന്നിൽ പല കാരണമുണ്ട്. ഇപ്പോൾ ഒരാൾ നന്നായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് പറ്റണമെന്നില്ല. അല്ലെങ്കിൽ സ്ത്രീക്ക് സംതൃപ്തി വരുന്നതിന് മുമ്പേ പുരുഷന് സ്ഖലനം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ട് പങ്കാളിയുടെ ഒരു താല്പര്യം ഇല്ലാതെ വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൻ്റെ ഒരു സംസ്കാരവും പശ്ചാത്തലവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളിത് സ്വയം പരിശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യഥാർത്ഥത്തിൽ പങ്കുവെക്കൽ ഒരു കലയാണ്. ഇതും ഒരു കലയാണ്, സ്വയം അറിയുകയും ആസ്വദിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുപോലെ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നല്ല രീതിയിൽ ഷെയർ ചെയ്യാൻ സാഹചര്യമുള്ളവരെ സംബന്ധിച്ച് അത് തന്നെയാണ് നല്ലത്. എന്നാൽ അതിന് പല കാര്യങ്ങളും ഒത്തു വരേണ്ടതായിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നല്ലൊരു ലൈംഗികതയ്ക്ക് നമ്മൾ എവിടെ താമസിക്കുന്നു, ആരുടെ കൂടെ താമസിക്കുന്നു, ഏത് സാഹചര്യത്തിൽ താമസിക്കുന്നു, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ചിലരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ജീവിത സാഹചര്യമൊക്കെ വളരെ പെർഫെക്റ്റാണ്. പക്ഷേ പങ്കാളി ഇതിനകത്ത് അത്ര പോരാ. ചിലയിടത്താണെങ്കിൽ പങ്കാളി വളരെ പെർഫെക്റ്റാണ്, ഇതിന് നല്ല താല്പര്യമുണ്ട്, കഴിവുമുണ്ട്. പക്ഷേ സാഹചര്യമില്ല, വല്ലപ്പോഴും ആവുന്നു മീറ്റ് ചെയ്യുന്നത്. കാരണം ജോലി സംബന്ധമായിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. ആദ്യമൊക്കെ പ്രണയത്തിൽ കൂടി ഇത് ചെയ്യാനായിരുന്നു താല്പര്യം. പിന്നൊരു 40 കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മനോഭാവം മാറി. എന്ന് കരുതി ഈ പ്രായത്തിലുള്ളവർക്കും പ്രണയമുണ്ട്, പക്ഷേ അതിനകത്തൊരു പക്വതയുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊരു ഒറ്റമൂലിയാണെന്ന് പറയാം. ശരീരത്തിൻ്റെ വേദനകൾ മാറാനും രോഗങ്ങൾ വരാതിരിക്കാനും. അതുപോലെ ആരോഗ്യം, സൗന്ദര്യം, സന്തോഷം, പോസിറ്റീവായിട്ടുള്ള ഹോർമോണുകളുടെ പ്രവർത്തനം, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ പ്രകൃതിയാൽ തന്നെയുള്ള ഈ ഒരു ഔഷധം ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്ത് ആരോഗ്യം മെച്ചപ്പെടുത്തണം. എന്തുകൊണ്ടാണ് ഒരു പ്രായം കഴിയുമ്പം സ്ത്രീകളിൽ ലൈംഗികത നഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ അവരുടെ ഫിസിക്കൽ ബോഡിയും മെൻ്റൽ ബോഡിയും ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. സ്വന്തം ശരീരത്തിനോട് തോന്നുന്ന ആത്മവിശ്വാസക്കുറവ്, ഈ കാര്യത്തിനോടുള്ള അലസത, മടി, ഇതൊക്കെയാണ് പ്രധാന കാരണം. ചിലർ ഏതോ ഒരു കാരണത്താൽ ഇതിനകത്തൊരു നിരാശ കണ്ടെത്തി എല്ലാ ചിന്തകളും, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചിന്തകളും മാറ്റിക്കളയുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ആദ്യം വേണ്ടത് സ്വയം നമ്മളെ മനസ്സിലാക്കണം. അതുപോലെ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പ്രൈവസിയാണ്. ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണാനും കേൾക്കാനും ചെയ്യാനും ഒക്കെ ഉള്ളൊരു പ്രൈവസി ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നല്ല ആരോഗ്യമാണ്. ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ പ്രൈവസിയും നഷ്ടപ്പെടും. അപ്പം ജീവിതം തുറന്ന പുസ്തകം മാത്രമാകാതെ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി വേണം. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും പ്രത്യേകം പരിഗണിക്കണം. മക്കളൊക്കെ എത്ര വളർന്നാലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടെ ശരീരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം മാറ്റേണ്ട ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, എനിക്കിത്രയും പ്രായമായി, അല്ലെ എൻ്റെ മക്കൾക്ക് ഇത്രയും പ്രായമായി, അതുകൊണ്ട് എനിക്കിനി ഇതൊന്നും വേണ്ട എന്നൊരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം നമ്മൾ മാറ്റിക്കളയണം. അതിന് പകരമായി
മരണം വരെ ഇടയ്ക്കൊക്കെ ഇത് ചെയ്യണം എന്ന ചിന്ത കൊണ്ടുവരണം. അതുപോലെ ഇത് ചെയ്യുന്നതിനകത്ത് നമുക്കിഷ്ടപ്പെട്ട ഏത് രീതി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഓരോരുത്തരുടെയും സാഹചര്യവും കഴിവും വ്യത്യസ്തമാണ്. അതനുസരിച്ച് ചെയ്യുന്ന രീതിയും മാറും. ഏതെങ്കിലും ഒരു രീതി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ ബ്രെയിനുമായിട്ട് കണ്ടീഷനാവും. ഓരോരുത്തർക്കും ഓരോ സ്ട്രക്ചറും ഷേപ്പും ഒക്കെ ആണല്ലോ. അതനുസരിച്ച് ചെയ്യുന്ന രീതിക്കും മാറ്റം വരും. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് നമ്മൾ തന്നെയാണ്. എങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്കും ആകർഷണമായിട്ട് തോന്നത്തുള്ളൂ. ഇപ്പം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പാട് വന്നു, അല്ലെങ്കിൽ ഒരു വേദന വന്നു, അതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നമ്മൾ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ഒരു ലോകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമുക്ക് തന്നെ ആയിരിക്കണം. എന്നാൽ പലരും ഒരു സ്റ്റേജ് കഴിയുമ്പം മറ്റൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് ഇത് ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഇതേക്കുറിച്ച് ഫാൻറ്റസി കാണാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല? ഏത് സാഹചര്യമാണ് ഇതിന് തടസ്സമായിട്ട് വരുന്നത്? അല്ലെങ്കിൽ ആരെ ആശ്രയിച്ചാണ് ഇത് ചെയ്യേണ്ടത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ബ്രെയിൻ സിസ്റ്റമാണ്. ഈ ബ്രെയിൻ സിസ്റ്റത്തിന് നമ്മൾ അനാവശ്യമായിട്ട് കൊടുക്കുന്ന കുറച്ച് ചിന്തകളുണ്ടല്ലോ, ഉത്കണ്ഠ, ഭയം, അതുപോലെ മറ്റുള്ളവരെക്കുറിച്ചുള്ള അമിതമായ ആകാംക്ഷ, ഇതൊക്കെ തന്നെ നമ്മുടെ നല്ല ലൈംഗികതയ്ക്ക് തടസ്സമായിട്ട് വരും. നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗമായാലും അതെങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ബ്രെയിൻ സിസ്റ്റമാണ്. നല്ലൊരു ശതമാനം ആൾക്കാരുടെയും ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത് സത്യം പറഞ്ഞാൽ ആരോഗ്യകരമായ രീതിയിലല്ല. ചിലർ ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ. ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും ആരോഗ്യമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ലേ എന്നൊരു ചോദ്യമുണ്ട്. പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ യുക്തിയും ശരീരത്തിൻ്റെ യുക്തിയും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം അവരവർ തന്നെ സ്വയം ചോദിച്ച് ഒരു ഉത്തരം കണ്ടെത്തേണ്ടതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ സിസ്റ്റങ്ങളും ഒരു പ്രത്യേക രീതിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച് അവസാനം റിലാക്സ് ചെയ്യുന്ന എന്ത് കാര്യമാണ് പ്രകൃതിയാൽ നമുക്ക് വേറെയുള്ളത്? ആക്ച്വലി നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് ഇതാണ്. എന്ന് കരുതി നമ്മളെപ്പോഴും ഇതേക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരിക്കേണ്ട. ശരീരത്തിന് അതും ഇഷ്ടമല്ല. ഇതിനു വേണ്ടി ഒരു പ്രത്യേക സമയം മാറ്റി വെക്കുന്നു, അത്രയേ ഉള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.